മറ്റൊരു വാർത്ത, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി. ബി.ജെ.പി പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിമൾ നാഥ്വാനി വിജയിച്ചു. കോൺഗ്രസിന്റെ പ്രണബ് ഝാ പരാജയപ്പെട്ടു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ്. വിവരങ്ങൾ. അനുജ, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ജാർഖണ്ഡിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. 56 സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് ജാർഖണ്ഡ് നിയമസഭയിൽ ഉള്ളത്. അതേസമയം NDAക്കാകട്ടെ 24 MLAമാരാണ് ഉള്ളത്. 3 സ്ഥാനാർത്ഥികളായിരുന്നു 2 ഒഴിവുകളിലേക്കായി മത്സരമുണ്ടായത്. JMMന്റെ സ്ഥാനാർത്ഥിയായി വൈദ്യനാഥ് റാമും ഒപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രണവ് ഝായുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. BJP പിന്തുണയോടെ സ്വതന്ത്രനായി വ്യവസായിയായ പരിമൾ നത്വാനിയും മത്സരരംഗത്തുണ്ടായിരുന്നു. കടുത്ത മത്സരം സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇരുപക്ഷവും MLAമാരെ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ വോട്ട് എണ്ണുന്ന ഘട്ടത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ഫലമാണ് ഉണ്ടായത്. 2 സ്ഥാനാർത്ഥികളെയും ഇന്ത്യ സഖ്യത്തിന് അനായാസം ജയിപ്പിക്കാൻ കഴിയുമായിരുന്നു 28 വോട്ടുകൾ വീതം ലഭിക്കുകയാണെങ്കിൽ. എന്നാൽ JMM സ്ഥാനാർത്ഥി വൈദ്യനാഥ് റാമിന് 30 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രണബ് ഝായ്ക്ക് 20 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അതേസമയം BJP പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിമൾ നത്വാനിക്ക് 28 വോട്ടുകൾ ലഭിച്ചു. 3 വോട്ടുകൾ അസാധുവായിട്ടുണ്ട്. ഈ പ്രണവ് ഝായ്ക്ക് 20 വോട്ടുകൾ ലഭിച്ചെങ്കിലും അതിൽ 1 അസാധുവാണ്. അങ്ങനെ അദ്ദേഹത്തിന് 19 വോട്ടുകളാണ് കണക്കാക്കുന്നത്. മറ്റ് 2 വോട്ടുകൾ കൂടി അസാധുവായത് BJPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ജയിച്ച വോട്ടുകളാണ്. എന്തായാലും 6 അംഗങ്ങൾ ക്രോസ് വോട്ട് ചെയ്തിരിക്കുന്നു. അത് RJDയുടെ 4 അംഗങ്ങളും CPIMന്റെ 2 അംഗങ്ങളുമാണ് ക്രോസ് വോട്ട് ചെയ്തത് എന്നാണ് ആരോപണം ഉയരുന്നത്. ആലിജ, രാജ്യസഭാ തെരഞ്ഞെടുപ്പിലാണ് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയുമായി BJP പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിമൾ നാഥ്വാനി വിജയിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.